തുറക്കാനാ പറഞ്ഞേ. കഥ തുറക്കണം. ഹലോ, ഞാൻ അനുപല്ലവി. ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന് ഞാൻ 2 റൂം ബുക്ക് ചെയ്തിരുന്നു. അതെ മാഡം. 401ഉം 402ഉമാണ്. എന്താ മാഡം? ആ റൂമിലേക്ക് ഒന്ന് കണക്ട് ചെയ്യോ? നേരിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. മാഡം, അതിനിവിടെ കളക്ടർ ഒന്നും എത്തിയിട്ടില്ലല്ലോ മാഡം. എത്തിയിട്ടില്ലേ? ഇല്ല, എത്തിയിട്ടില്ല. അവിടെ എത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ. അത് ചിലപ്പോ റോഡൊക്കെ നല്ല ബ്ലോക്ക് ആയിരിക്കും മാഡം. വന്നു കഴിഞ്ഞ ഉടനെ ഞാൻ മാഡത്തിനെ കോൾ ചെയ്യാം. ഓക്കെ. മാഡം ഇതെവിടെ പോയി? എന്തായി, കിട്ടിയോ? ഞാൻ പറഞ്ഞ ഹോട്ടലിൽ അവർ എത്തിയിട്ടില്ല കമല. അല്ല, ഇനിയിപ്പോ എന്ത് ചെയ്യും? ശാരദമാർന്ന് വിളിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഹോട്ടലിൽ എത്തിക്കഴിയുമ്പോ അവരെവിടുന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ കമലിനെ വിളിക്കാം. ശരി. ശരി. മാഡം പിന്നെ ഇതെവിടെ പോയി? എന്താണ് കമല, അവരെ കിട്ടിയോ? അവര് താമസത്തിനായി പറഞ്ഞ ഹോട്ടലിൽ എത്തിയിട്ടില്ലെന്നാ പറഞ്ഞേ. അയ്യോ, എത്തിയ ഉടനെ എന്നെ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് പറഞ്ഞൊന്നും അവരെ അറിയിക്കാൻ പറ്റിയില്ല അല്ലേ? എത്തിക്കഴിഞ്ഞാ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറയാലോ. ഈശ്വരാ. ശ്ശേ. ദേവി, ജോത്സ്യം പറഞ്ഞ പോലെ സംഭവിക്കുകയാണല്ലോ. ഇത് അവരുടെ വണ്ടി. അപ്പൊ അവനും അവളും ഇതിനകത്തുണ്ട്. അത് ശരി, നമ്മുടെ തട്ടകത്തിലേക്ക് തന്നെ അവനും അവളും വന്ന് കേറിയല്ലോ. ഇന്നവൻ നമ്മൾ ആരാണെന്ന് അറിയും, ഇല്ലെങ്കിൽ നമ്മൾ അറിയിക്കും. വാടാ. ഇവിടം അത്ര സുരക്ഷിതമല്ലെന്നൊരു തോന്നല്. അതുകൊണ്ട് ആ റൂം ഒന്ന് മതിയെന്ന് പറഞ്ഞത്. ഇവിടെ നമ്മളൊരു അകൽച്ച കാണിച്ചാൽ അതൊരു പക്ഷേ അപകടമായേക്കും. ആ ജീപ്പിൽ വന്ന 2 പേരുടെ റൂം ഏതാ? എന്താ കാര്യം? പരിചയക്കാരാ, അത് അവരോട് പറഞ്ഞോളാം. ഓ, ഏതാ റൂം? ദാ അവിടെയാ. വാടാ. ഞാൻ പുറത്തുണ്ടാവും. വാതിലടച്ച് കിടന്നോ. പുറത്താളുണ്ട്. എടേ, ബെല്ലടിക്കാൻ പോവാണേ. എടാ, ഒരല്പം മാന്യമായിട്ടൊക്കെ നിക്കടാ. നമ്മളെ കാണുമ്പോ മാന്യന്മാരായിട്ട് തോന്നണ്ടേ? അതിന് അവര് മാന്യന്മാരാണോന്ന് അറിയില്ലല്ലോ. അതറിയാനാണല്ലോ നമ്മളിപ്പോ വന്നിരിക്കുന്നത്. ചുറ്റിക്കളിയാണെങ്കിലേ വാതിൽ തുറക്കുമ്പോഴേ മുഖത്തൊരു പരിഭവം ഉണ്ടാവും. മുഖത്ത് രക്തം വാർന്നു പോയ അവസ്ഥയും. അതിൽ കയറി പിടിച്ച് നമ്മളങ്ങ് തുടങ്ങുന്നു. ഇനിയിപ്പോ ചുറ്റിക്കളി അല്ലെങ്കിൽ? ചുറ്റിക്കളി അല്ലെങ്കിലും നമ്മളങ്ങ് കയറും. ഇനിയിപ്പോ ഇതിന്റെ പേരിലൊരു കേസ് വന്നാലും വിളിക്കേണ്ടവരൊക്കെ വിളിച്ച് ഞാനങ്ങ് ഒതുക്കിയേക്കാടാ. എന്നാ പിന്നെ ബെല്ലടിക്കട്ടെ. അടിയടാ.
പേടിക്കണ്ട. എന്റെ ശവത്തെ ചവിട്ടിയേ അവർക്ക് ശാലിനിയുടെ അടുത്ത് എത്താൻ പറ്റൂ. തുറക്കുന്നില്ലല്ലോ. ഒന്നൂടെ അടിയടാ. ആ എന്താ എന്താ വേണ്ടത്? അല്ല, മലയാളികളാണെന്ന് മനസ്സിലായി. ആ അല്ല, ഒന്ന് പരിചയപ്പെടാനായിട്ട് വന്നതാ. ഓ അല്ല, എന്നെയാണോ അതോ എന്റെ കൂടെയുള്ള ആളെയോ? അപ്പൊ ചേട്ടന് കാര്യം മനസ്സിലായി. ഫാമിലി അല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ വന്ന ജീപ്പിനെ ഫോളോ ചെയ്ത് കുറച്ചു നേരം ഓടിയല്ലേ നിങ്ങൾ രണ്ടുപേരും? ഞാൻ പറഞ്ഞില്ലേ പരിചയപ്പെടാനായിട്ട്. ആ ഇവിടെ ഇങ്ങനെ വരുന്ന ഒട്ടുമിക്ക പേരെയും ഞങ്ങളിങ്ങനെ പരിചയപ്പെടാറുണ്ട്. ആ. എന്തായാലും എല്ലാരെയും കൂടി പരിചയപ്പെടുത്താൻ പറ്റത്തില്ല. ആദ്യം ആരെങ്കിലും ഒരാളെ പരിചയപ്പെടുത്താം. അതെങ്ങനുണ്ട്? പിന്നെ ബാക്കി വരുന്ന ഓരോരുത്തരെ പരിചയപ്പെടുത്താം. അത് ഓക്കെ അല്ലടാ? ആ, അത് മതി. ആ ആ. എന്നാ പിന്നെ ഇവനെ ആദ്യം പരിചയപ്പെടുത്താം. ആ. തുറക്കാനാ പറഞ്ഞേ.